നമസ്കാരം. കോൺഗ്രസിൽ യുവ നേതാക്കളെ കൊണ്ട് ആകെ തലവേദനയായി. യുവ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും ചില ഗിമ്മിക്ക് ആരോപണങ്ങളുമൊക്കെ കോൺഗ്രസിന് തന്നെ വലിയ തലവേദനയായി പുലിവാലായി മാറുകയാണ്. ഇപ്പതാ അതൊക്കെ ഒരു പൊട്ടിത്തെറിയിലേക്കും മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ സംഭവങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഒരു വലിയ വിവാദവുമായി UDF രംഗത്തേക്ക് വരികയാണ്. വലിയ രീതിയിൽ സമരങ്ങൾ നടത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഉള്ള വലിയ ശ്രമങ്ങൾ. ആ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെയും വലിച്ചിഴച്ചുകൊണ്ടായിരുന്നു ഇവർ വലിയ തോതിൽ ഈ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സംഘടിപ്പിച്ചത്. പിന്നീട് ഈ സമരം ആരാണ് പൊളിച്ചത്? പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരൊറ്റ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇതെല്ലാം പൊളിഞ്ഞത്. ഒരു ദിവസം എൽദോസ് കുന്നപ്പള്ളി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. സ്പ്രിംഗ്ലർ വിവാദവുമായി ബന്ധപ്പെട്ട് വീണ വിജയനെതിരെ എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നൊരു പോസ്റ്റ് ഇടുന്നു. പിന്നീട് ഓടി മാധ്യമങ്ങൾ മുഴുവൻ പെരുമ്പാവൂർ MLA UDFന്റെ MLA ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയുടെ ഓഫീസിലേക്ക് എത്തുകയാണ്. മാധ്യമപ്രവർത്തകർ ഏകദേശം 1 മണിക്കൂറോളം എൽദോസ് കുന്നപ്പള്ളി പറയുന്നതൊക്കെ കേട്ടിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു തെളിവുമില്ല. മാധ്യമപ്രവർത്തകർ തലങ്ങനും വിലങ്ങനും ഒക്കെ ചോദിച്ചു, എൽദോസ എവിടെയാണ് തെളിവ്? അപ്പോൾ എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞ വിചിത്ര മറുപടി ഇങ്ങനെയായിരുന്നു: തെളിവ് അത് വീണ വിജയനോട് തന്നെ ചോദിക്കണമെന്ന്. അതെന്തൊരു മറുപടിയാണ്! ആ ഒരൊറ്റ മറുപടിയിൽ തന്നെ സ്പ്രിംഗ്ലർ വിവാദം നിലത്ത് കിടന്നു. പിന്നീട് അതും പൊക്കിപ്പിടിച്ച് UDF സമരം നടത്തിയതായിട്ടോ പ്രതിഷേധം നടത്തിയതായിട്ടോ അറിവില്ല. അങ്ങനെ കുറെ കഴിഞ്ഞു പോയപ്പോൾ മാത്യു കുഴൽനാടൻ, മൂവാറ്റുപുഴ MLA രംഗത്തേക്ക് ഇറങ്ങി. എന്തായിരുന്നു മാത്യു കുഴൽനാടൻ പറഞ്ഞത്? മാസപ്പടി വിവാദം. അതായത് മുഖ്യമന്ത്രി അവിഹിതമായി CMRL സഹായിച്ചു. CMRL 1.72 കോടി രൂപ വീണ വിജയന്റെ എക്സാലോജി കമ്പനി കൊടുത്തു. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. സെയിം ആരോപണം. എവിടെ തെളിവ് എന്ന് മാധ്യമങ്ങൾ പലവട്ടം ചോദിച്ചപ്പോഴും ഇംഗ്ലീഷിൽ തലങ്ങനും വിലങ്ങനും ഒക്കെ ന്യായീകരണങ്ങൾ ഇറക്കി. അവസാനം കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലെത്തി. ആദ്യം വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു, പിന്നീട് വിജിലൻസ് കോടതി അന്വേഷിക്കണമെന്ന് പറഞ്ഞൊക്കെ മാത്യു കുഴൽനാടൻ കിടന്ന് ഉരുണ്ടു മറയാൻ തുടങ്ങി. ഫൈനലി കോടതി ഈ ഹർജിക്കാരൻ കൊടുത്ത പേപ്പറുകൾ എല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ ഒന്നും തന്നെ കാണാനില്ല. എവിടെ തെളിവ് എന്ന് വീണ്ടും വീണ്ടും മാത്യു കുഴൽനാടനോട് ആവർത്തിച്ചു. പിന്നീട് ശേഷം ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് വിജിലൻസ് കോടതി തന്നെ മാത്യു കുഴൽനാടനെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായി. അത് കോൺഗ്രസിനുണ്ടാക്കിയ UDFിനുണ്ടാക്കിയ മാനക്കേടും നാണക്കേടും ചെറുതൊന്നുമല്ല. അങ്ങനെ മാത്യു കുഴൽനാടൻ്റെ വക അങ്ങനെ ഒരു സംഭാവനയും അവിടെ കിട്ടി. അതിനുശേഷവും വീണ്ടും നടന്നു പല പല സംഭവങ്ങൾ. 1995 ഏപ്രിൽ 12 രാജധാനി എക്സ്പ്രസിൽ വെച്ച് EP ജയരാജനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നു. ആ പ്രതികളെ പിടികൂടുമ്പോൾ K സുധാകരന് പങ്കുള്ളതായി ഒരു സൂചന ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ K സുധാകരൻ ഒളിവിൽ പോകുന്നു. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെയുണ്ട്. കണ്ണൂർ റെയിൽവേ പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ K സുധാകരൻ ഓടി തീവണ്ടിയിലേക്ക് കയറിയതും പോലീസ് ഫലമായിട്ട് ഈ ഗർഗറിനെ പിടിച്ച് അകത്തിട്ട കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് EP ജയരാജൻ സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ വിഷയത്തിൽ K സുധാകരന് പങ്കുണ്ട് എന്ന് BRM ഷഫീർ മനോരമ ന്യൂസിൽ നടത്തിയ ഒരു അന്ത്യചർച്ചയ്ക്കിടെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ ക്ലിപ്പൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. K സുധാകരൻ കേൾക്കുമ്പോൾ EP ജയരാജൻ അറിയും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? തലയുടെ പുറകിൽ ഇവിടെ തലോടും, തടവും. എന്ന് വെച്ചാൽ തലയുടെ പുറകിൽ എന്തായിരിക്കുന്നത്? അത് ഓർക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, K സുധാകരൻ എന്നിട്ട് എന്തെങ്കിലും നടന്നോ? നടന്നില്ലല്ലോ. ഇതൊന്നല്ല അറിയാം എന്ന് പറയാനാണെങ്കിൽ അവിടെ പറിച്ചു വിടണം. ഇവിടേക്ക് കാണിച്ച കേസ് വേറെ. ശ്രീ EP ജയരാജൻ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും ഈ വർഷങ്ങളായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് K സുധാകരന്റെ വലിപ്പം എന്താണെന്ന് ജയരാജൻ അറിയാം. അതായത് K സുധാകരൻ ആരാണെന്ന് അറിയണമെങ്കിൽ EP ജയരാജൻ ആ മുടിയൊന്ന് മാറ്റി നോക്കിയാൽ മതി എന്ന് പറയുകയാണ്. അതായത് ആ വിഷയത്തിൽ ആ വെടിവെച്ച് കൊല്ലാൻ നടത്തിയ ആ ശ്രമത്തിൽ K സുധാകരന് പങ്കുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്ന രീതിയിലാണ് BRM ഷഫീർ അവിടെ ഒരു പ്രസ്താവന നടത്തുന്നത്. ഇന്നലെ കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ ഇതേ BRM ഷഫീർ വന്നിരുന്നിട്ട് മെഴുകുകയാണ്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങ് അതിലൊരു പങ്കില്ലാട്ടോ എന്ന് പറഞ്ഞ് മാറ്റി പറഞ്ഞ് കളിക്കുകയാണ്. എന്തായാലും നേരത്തെ പറഞ്ഞ കാര്യം മനോരമ ന്യൂസിന്റെ ആ യൂട്യൂബ് ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും BRM ഷഫീറിന് അതൊരു വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. അപ്പോൾ BRM ഷഫീറിന്റെ ഈ ഒരു പ്രസ്താവന കോൺഗ്രസിനകത്തിൽ വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ഈ BRM ഷഫീർ ഉറപ്പിച്ചു പറയുന്നു അതിൽ K സുധാകരൻ പങ്കുണ്ടെന്ന്.
അതിപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഒരു ബുദ്ധിമുട്ടൊന്നുമല്ല കോൺഗ്രസിന് ഉണ്ടാക്കിയിരിക്കുന്നത്, വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് അത് മാറിയിരിക്കുകയാണ്. അങ്ങനെ വലിയ പൊട്ടിത്തെറികളായിട്ട് ഇത് എങ്ങനെ പോകുന്നതിനിടയിൽ ഇതേ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പഴയൊരു റേപ്പ് കേസ് ഉണ്ടല്ലോ, ആ കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? വധശ്രമവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. 2022 ജൂലൈ 4-ാം തീയതി എൽദോസ് കുന്നപ്പള്ളി അടിമത്തുറ എന്ന് പറയുന്ന റിസോർട്ടിൽ കൊണ്ടുപോയി തന്നെ ബലാത്സംഗം ചെയ്തു, റേപ്പ് ചെയ്തു എന്ന് ഒരു യുവതി പറയുകയാണ്. മാത്രമല്ല കുന്നത്തുനാടും അതുപോലെ തന്നെ തൃക്കാക്കരയിലും കൊണ്ടുപോയി പിന്നെ എന്നെ പീഡിപ്പിച്ചു, കോവളത്ത് കൊണ്ടുപോയി എന്നെ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമം നടത്തി എന്നൊക്കെ പറയുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബലാത്സംഗവും അതുപോലെ തന്നെ വധശ്രമവും ഒക്കെ ഉൾപ്പെടുത്തി അതിശക്തമായ ഒരു കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതും വലിയ തലവേദനയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അങ്ങനെ യുവ നേതാക്കന്മാരൊക്കെ നടത്തിയ പ്രസ്താവനകളിൽ, നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളിൽ വലിയ രീതിയിലുള്ള വലിയ തലവേദനകളായിട്ട് കോൺഗ്രസിന് മാറുകയാണ്. ഇവരുടെയൊക്കെ അപക്വമായിട്ടുള്ള ഇടപെടലുകളും ഇവരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന വലിയ പുകിലുകളുമൊക്കെ തീർന്നില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടി ഈ ലിസ്റ്റിൽ വരുന്നുണ്ട്. ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ ശേഷം വ്യാജ ID കാർഡിലൂടെയൊക്കെയാണ് അദ്ദേഹം ജയിച്ചു പോയതെന്നുള്ള ആരോപണം വന്നത്. തെളിയിക്കാൻ പറ്റിയില്ല. അതുമായി ബന്ധപ്പെട്ട് കുറേ പേരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തി. മാർച്ചിനിടയിൽ പോലീസിനെ ആക്രമിച്ചും ഷീൽഡ് തല്ലിപ്പൊളിച്ചും വെല്ലുവിളിച്ചും ഒക്കെ ഒരു കലാപാഹ്വാനം ചെയ്തതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് അകത്തിരുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്നത് പോലെ വടകരയിൽ മാത്രം യൂത്ത് കോൺഗ്രസിന്റെ സംവിധാനങ്ങൾ മൊത്തം സെറ്റ് ചെയ്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കാൻ മുഴുവൻ സംവിധാനവും അവിടെ കൊണ്ടുപോയി ഇരുത്തി എന്ന വിഷയത്തിൽ ഈ KPCC അകത്തു നിന്ന് തന്നെ പല നേതാക്കന്മാരും വിമർശനം ഉന്നയിച്ചുമായി ബന്ധപ്പെട്ട് അതും വലിയ വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ പറയുന്നത് പോലെ വടകരയിൽ സ്ഥാനാർത്ഥിയായി വന്ന ശേഷം ഈ പറയുന്നത് പോലെ വലിയ വർഗീയ പ്രചാരണങ്ങളൊക്കെയാണ് അവിടെ UDFന്റെ നേതൃത്വത്തിൽ പല ആളുകളുമൊക്കെ ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയത്. അതും പോരാഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി ഞങ്ങൾ വർഗീയ പ്രചാരണം നടത്തിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ UDFും RMPയും ഈ ഷാഫി പറമ്പിലിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയും KS ഹരിഹരൻ എന്ന് പറയുന്ന RMP നേതാവ് മഞ്ജു വാര്യർക്കെതിരെയും അപ്പം ശൈലജ ടീച്ചർക്കെതിരെയും ഒക്കെ ലൈംഗിക അധിക്ഷേപം നടത്തിയതും മുക്കം മൗലവിക്ക് നിസ്കരിക്കാൻ മുട്ടിയിരിക്കുകയാണെന്ന് പറയുന്ന ഒരു വർഗീയ പരാമർശം നടത്തിയതുമൊക്കെ വലിയ തലവേദന സൃഷ്ടിച്ചു. അങ്ങനെ മൊത്തത്തിൽ എൽദോസ് കുന്നപ്പള്ളിയെ കൊണ്ടും മാത്യു കുഴൽനാടനെ കൊണ്ടും ഒപ്പം ഈ BRM ഷഫീറിനെ കൊണ്ടും അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടും ഷാഫി പറമ്പിലിനെ കൊണ്ടും ഒക്കെ വലിയ തലവേദനയായിരിക്കുകയാണ്. കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ വള്ളിക്കെട്ടുകൾ, വലിയ വലിയ ഗംഭീര പ്രതിസന്ധികൾ ഈ കോൺഗ്രസിനൊപ്പം കൂടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ജൂൺ 4-ാം തീയതി റിസൾട്ട് കൂടി പുറത്തു വന്നാൽ ഏകദേശം 12 സീറ്റിന് മുകളിൽ കിട്ടുമെന്ന് ഇപ്പോഴും LDF ഉറപ്പിച്ചു പറയുന്നു. മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു. ഇത്തവണ LDF തരംഗമാവും ഉണ്ടാകാൻ പോകുന്നതെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ പറയുന്നു. നേരത്തെ പറഞ്ഞുകൊണ്ടൊന്നുമല്ല മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പറയുന്നു 1-2 സീറ്റൊന്നുമല്ല, വലിയ ഒരു സീറ്റ് തന്നെ LDF പിടിച്ചു അടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ വരാൻ നേരത്ത് ഇതെല്ലാം കൂട്ടി കിഴിച്ച് നോക്കുമ്പോൾ UDF എന്ന് പറയുന്ന പാർട്ടി ജൂൺ 4-ാം തീയതി കഴിഞ്ഞ് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. മാത്രമല്ല പിന്നെ ഈ പറയുന്ന സതീശനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. സതീശൻ ഏത് ആരോപണം വന്നാലും അതിനൊന്നും ഹെഡ് ചെയ്യില്ല. സതീശൻ 150 കോടി രൂപ കടത്തിയെന്ന് PV അൻവർ പറഞ്ഞതിൽ പോലും അദ്ദേഹത്തിന് ഇതുവരെയായിട്ടും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല എത്ര പുനർജനി കേസുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചു, അദ്ദേഹത്തിനൊന്നും പറയാനില്ല. അങ്ങനെ നിരന്തരം ഈ പറയുന്ന കോൺഗ്രസിനെതിരെ, കോൺഗ്രസിന്റെ ഈ പറയുന്ന പോലെ നേതാവ്, പ്രതിപക്ഷ നേതാവിനെതിരെ പല ആരോപണങ്ങൾ ഭരണകക്ഷിയിലുള്ള MLA മാർ ഉയർത്തുമ്പോൾ പോലും അതുപോലും തെളിയിക്കാൻ കഴിയാത്ത ആളുകളൊക്കെയാണ് കോൺഗ്രസിനകത്തുള്ളത്. എന്തായാലും എന്തൊക്കെ ആവട്ടെ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര നല്ല ദിവസങ്ങളായിരിക്കില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കളുടെ പേര് പറയാൻ മടിച്ചിരുന്ന മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വാ തുറന്ന് തന്നെ പറയുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ശക്തമായിട്ടുള്ള ഈ പറയുന്നത് പോലെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. BRM ഷഫീർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും പേര് പറഞ്ഞ് മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്തയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് നടക്കാൻ പോകുന്നത് എന്താണെന്ന്. അതുകൊണ്ട് മാധ്യമങ്ങളും ഏറെക്കുറെയൊക്കെ മാറി തുടങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.